ഹബീബിങ്ങളെ അസ്സലാമലൈക്കും. അങ്ങനെ നമ്മളിന്ന് വീണ്ടും ഒരു ചെറിയ വ്ളോഗ് കേട്ടോ. ആർസിന്റെ നോട്ടക് ആണ് പരിപാടി. അപ്പോൾ അത് പങ്കെടുക്കാൻ വേണ്ടി പോകുന്നത് നല്ല വ്യത്യസ്തമായ പരിപാടിയാണ്. 12 സ്കൂളിലെ പവലിയൻ വ്യത്യസ്ത സമകാലിക വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്യുന്ന നല്ലൊരു സെഷനിലെ പരിപാടിയാണ്. നമ്മൾ കൂട്ടുകാരന്മാർ ശങ്കാക്കുണ്ട്. ഓക്കെ ഇൻഷാ അല്ലാഹ് പ്രവർത്തിക്കണം. ഇവരാണ് കേട്ടോ നമ്മളെ കൂടെ ഉള്ളത്. അങ്ങനെ വണ്ടിയൊക്കെ ബുക്ക് ചെയ്ത് ഞങ്ങൾ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. വണ്ടി എത്തി അൽഹംദുലില്ലാ. അങ്ങനെ പരിപാടിൻ്റെ സ്ഥലത്തേക്ക് പോവുകയാണ്. ഏകദേശം കുറച്ച് കഴിഞ്ഞാൽ എത്തും. നല്ല എക്സൈറ്റ്മെൻറ്റിലാട്ടോ. കാരണം എന്താണ് ഉണ്ടാകുക എന്നുള്ളത് നമുക്ക് അറിയില്ലല്ലോ. അപ്പോൾ അങ്ങനെ പോവുകയാണ്. ഏതായാലും ചെന്നപ്പോൾ തന്നെ നമ്മളെ ഹബീബിങ്ങളൊക്കെ കണ്ട് പിന്നെ കെട്ടിപ്പിടുത്തം ഉറപ്പാണല്ലോ. മുകളിലാണ് കേട്ടോ ഇപ്പോൾ പരിപാടി നടക്കുന്നത്. നമ്മൾ എക്സ്പെക്ട് ചെയ്തില്ലാറ് ആളുകൾ വന്നിക്കണം. അതുകൊണ്ട് തന്നെ ആദ്യ സമയത്തൊന്ന് പുറത്ത് നിന്നിട്ടോ ഒരു ആത്മീയ പരിപാടി നടക്കുകയായിരുന്നു. എന്തായാലും അത് കഴിഞ്ഞ് പിന്നെ നമ്മളെ സ്ഥിരം പരിപാടി ചോറ്, അത് എൻ്റെ വേറെ കാര്യമുള്ളൂ. അങ്ങനെ നമ്മൾ എക്സ്പോ കാണാൻ പോകട്ടോ. എക്സ്പോ കണ്ടപ്പോൾ തന്നെ നാടും സ്കൂൾ കാലവും സ്കൂളിൽ നിന്ന് ശാസ്ത്രമേളക്ക് പോകുന്നതും അതിൻ്റെ അഭിപ്രായം പറിച്ചില്ല അങ്ങനത്തെ കുറേ കാര്യങ്ങൾ മനസ്സിൽ ഓടിത്തിട്ടോ. കാരണം സ്കൂൾ കുട്ടികൾ ഒരുക്കിയ കിടിലും പവലിനുകളായിരുന്നു അവിടെ ഉണ്ടായിരുന്നു. ഓരോന്നും ഒന്നിനൊന്നിനും മെച്ചം. എന്ത് ചോദിച്ചാലും കിടിലും മറുപടി. ഓരോ സ്റ്റാളുകളിലും ചെല്ലുമ്പോൾ വളരെ വ്യത്യസ്തമായിരുന്നു കേട്ടോ. കാരണം പഠനാവബോധവും ശാസ്ത്രീയ ചിന്തകളും കലാപരമായിട്ടുള്ള കഴിവുകളും ഇതെല്ലാം കൂട്ടിച്ചേർത്ത മനോഹരമായിട്ടുള്ള ഒരു പുതിയ ലോകം തന്നെ പറയാം. ചെറിയ കൈകളിൽ നിന്നും പിറന്ന വലിയ വലിയ ആശയങ്ങൾ കാണുമ്പോൾ അത്ഭുതവും അഭിമാനം നിറഞ്ഞൊരു നിമിഷമായിരുന്നു. പഠിക്കുക എന്നുള്ളത് വെറും പുസ്തകങ്ങളെ ചുറ്റളവിൽ ഒതുങ്ങേണ്ട ഒന്നല്ല എന്ന് ഈ കുട്ടികളെ സൃഷ്ടികൾ കാണുമ്പോൾ, അവതരണം കാണുമ്പോൾ നമ്മൾ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും നാടോർമ്മകൾ സമ്മാനിച്ച ഒരു കിടിലൻ എക്സ്പെനായിരുന്നു നമ്മൾ RC ഒരുക്കിയ നോട്ടക്കിലെ ഈ ഒരു പവലിയനുകൾ നമുക്ക് സമ്മാനിച്ചത്. പോയാൽ നമ്മൾ മോശക്കാരനാൻ പറ്റില്ലല്ലോ, കുറച്ച് നമ്മളും കാച്ചി. ഓരോ സ്റ്റാളിൽ ചെല്ലുമ്പോഴും ആ കുട്ടികളുടെ വലിയ വലിയ കഴിവുകൾ അവർ കാട്ടിക്കൂട്ടിയത് കാണുമ്പോൾ വല്ലാത്ത ഒരു അസൂയ വരെ തോന്നിപ്പോയി. എന്തായാലും ഈ മക്കൾക്കൊക്കെ അവരുടെ ഭാവി പഠിച്ചവന് നല്ല ഉയരങ്ങളിൽ എത്തിച്ചെടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കണം. നമുക്കല്ലതിനല്ലേ കഴിയുള്ളൂ. അൽഹംദുലില്ലാ. അങ്ങനെ എക്സ്പോ നമ്മൾ ഇവിടെ പറയുകയാണ്. ഇതാണ് ഇതിൻ്റെ മെയിൻ സ്റ്റേജ്. നമ്മൾ പോവുകയാണ്. ബൈ ബൈ. പിന്നെ കാണാം. അസ്സലാമു അലൈക്കും.